നാലാം ദിവസവും സംസ്ഥാനത്ത് തോരാതെ മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും മഴക്കെടുതിയിൽ മരണം. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ആശ്വാസമഴ കാത്തിരുന്ന മനുഷ്യരിലേക്ക് ആശങ്ക ജനിപ്പിച്ചാണ് നാലാം ദിവസവും മഴ പെയ്തത്. പത്തനംതിട്ടയിൽ നിന്ന് ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഗോവിന്ദന്റെ മൃതദേഹം രാവിലെ കണ്ടെത്തി. മല്ലപ്പള്ളി കോമളംകടവിൽ കാണാതായ അന്യസംസ്ഥാന തൊഴിലാളി നരീഷിനായുള്ള തിരച്ചിൽ രാത്രി വൈകിയും തുടർന്നു. തിരുവനന്തപുരത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണും ഒരാൾ മരിച്ചു. പോത്തൻകോട് സ്വദേശിനി ശ്രീകലയാണ് മരിച്ചത്. അതിനിടെ തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക നിവാരണം ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതി ഉണ്ടായ ഇടങ്ങളിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് യോഗത്തിന് ശേഷം മന്ത്രി പ്രതികരിച്ചു. മഴവെള്ളക്കെടുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കൂട്ടായിട്ടുള്ള പരിശ്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഇപ്പോൾ നഗരമല്ല നരകമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇവിടെ തിരുവനന്തപുരം നഗരമല്ല, ഇത് നരകമാണ്. വേറെ കുടുംബവും മൂന്നാറിൽ സുഖവാസത്തിന് പോയി. നമ്മുടെ മന്ത്രിയും ഭാര്യയും കൂടി സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ടൈം ബൗണ്ടായിട്ട് ഈ റോഡ് നിർമ്മിക്കാൻ ഒരു പദ്ധതിയിലല്ലേ. മഴ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയില്ലെങ്കിലും വൈദ്യുത തൂണുകൾ തകർന്നും കടപുഴകി വീണും വൈദ്യുതി ലൈൻ പൊട്ടി വീണുമെല്ലാം തലസ്ഥാനത്ത് KSEBക്ക് വൻ നഷ്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.